ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 200ഓളം വണ്ടികൾ നമ്മൾ ആവറേജിൽ 200-210 വണ്ടികൾ ഇവിടെ വെക്കുന്നുണ്ട്. 7500 കിലോമീറ്റർ കേട്ടോ. അകത്തേക്ക് പോകുമ്പോൾ അകത്ത് എങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ? ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. നമുക്കൊരു 27000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. പ്ലാറ്റിനം CT 110 ഒക്കെ നമുക്ക് 2022, 23, 24 തൊട്ട് 25 വരെയുള്ള വണ്ടിയുള്ളത്. എൻടോർക്കുകളുടെ ഇഷ്ടം പോലെ ഷോറൂമിലെങ്ങാട്ട് കൂടുതൽ വണ്ടികൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പുത്തൻ ആക്റ്റീവ 125 ഫുൾ ഓപ്ഷൻ വണ്ടി 2000 കിലോമീറ്റർ വണ്ടി ഉണ്ടോ? എക്സ്ട്രീം പുതിയ 3 വണ്ടിയുണ്ട്. 3 എക്സ്ട്രീം ഇരിക്കുന്നു. 400 കിലോമീറ്റർ ഓടിയേക്കുന്ന 400 കിലോമീറ്റർ കേട്ടോ. 400 കിലോമീറ്റർ ഓടിയേക്കുന്ന പുത്തൻ വണ്ടി. ജിക്സർ SF ഒക്കെ പുത്തൻ വണ്ടികളായിരിക്കുന്നത്. എല്ലാ വണ്ടിയും ഒരു 45 രൂപ, 46 രൂപ, 47 രൂപ, വെറും 59,000 രൂപ കേട്ടോ. പുത്തൻ വണ്ടി കേട്ടോ. 2024 ആകെ 9000 കിലോമീറ്റർ നമ്മുടെ പ്രീമിയം വണ്ടികളുടെ ആണ്. 2000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 50,000 രൂപയ്ക്ക് കൊടുക്കാം. പുത്തൻ വണ്ടി 2000 കിലോമീറ്റർ 79,000 രൂപയ്ക്ക് 21 മോഡൽ കൊടുക്കും. 2020 മോഡൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾ ചെക്ക് ചെയ്തോ. എവിടെയെങ്കിലും കിട്ടും ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടി? ആരും തരൂല. നമുക്കൊരു 77,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. ഇത്രയും V4കളായി ഇനി ഇരിക്കുന്ന കംപ്ലീറ്റ് വണ്ടി. കുറച്ച് ഡൂക്സ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. വീണ്ടും 250 നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഏതൊക്കെ മോഡൽസ് ഉണ്ടാവും? എല്ലാം 22, 23 വണ്ടികളാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വേറെ എവിടെയല്ല, ദ ലെക്സ് മോട്ടോർ എന്ന പ്രീമിയം യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഞാൻ ഉള്ളത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കലൂര് കത്രിക്കടവ് റോഡിലാണുള്ളത്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പ്രീമിയം ഉണ്ട്, മിഡ് പ്രീമിയം ഉണ്ട്, മൈലേജ് വണ്ടികളുണ്ട്, സ്കൂട്ടേഴ്സ് ഉണ്ട്. ഒരു വണ്ടി കൂടാരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. അതിന് മുമ്പ് ഇവിടുത്തെ നമ്മുടെ അച്ചുബ്രോനെ പരിചയപ്പെടണ്ടേ? അച്ചുബ്രോ അവിടെ വിളിച്ചിരിക്കണ. അച്ചുബ്രോ എന്തല്ല? അപ്പോൾ 2026 നമ്മുടെ ആദ്യത്തെ വീഡിയോ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നവംബറിലോ ഡിസംബറിലോ വന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിനുശേഷം അത്യാവശ്യം സെയിലും കാര്യങ്ങളായിട്ട് ആൾ തിരക്കിലായിരുന്നു, നമ്മളും തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു പുതിയ വർഷത്തിൽ പുതിയ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 200ഓളം വണ്ടികൾ നമ്മൾ എല്ലാ മാസവും കഴിഞ്ഞ മാസം എത്ര വണ്ടി വിറ്റു? കഴിഞ്ഞ മാസം ഫെബ്രുവരി 28 ദിവസമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് കുറവായിരുന്നു. 206 വണ്ടി. അല്ലെങ്കിൽ 250 അടിക്കാറുണ്ട്. 230, 240 ഒക്കെ. അതായത് ആവറേജിൽ 200-210 വണ്ടികൾ ഇവിടെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഷോറൂമാണിത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം. ഓൾ കേരള ഫിനാൻസ് ഉണ്ടല്ലോ. ഓൾ കേരള, ട്രിവാൻഡ്രം ടു കാസർഗോഡ് ഫിനാൻസ് ഉണ്ട്. ഫിനാൻസിന്റെ ഡോക്യുമെന്റ് വരുന്നത് ആധാർ കാർഡ്, പാൻ കാർഡ്, ATM കാർഡ്, പിന്നെ സിബിൽ സ്കോർ കുറച്ച് കുറവുള്ള കസ്റ്റമറിന് ലാൻഡ് ടാക്സ് കോപ്പി വെച്ചിട്ട് നമുക്ക് മാക്സിമം ചെയ്യാം. ഏകദേശം ഒരു 650 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പാസ് ആവും. ഉണ്ടെങ്കിൽ നമുക്ക് പാസ് ആവും. ബാങ്ക് ആണെങ്കിൽ 700+ പാസ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വണ്ടികൾ പരിചയപ്പെട്ടാലോ? നമുക്ക് എവിടെ തുടങ്ങണം? കുറച്ച് മൈലേജ് വണ്ടികൾ പരിചയപ്പെട്ടിട്ട് പ്രീമിയത്തിലേക്ക് പോയാലോ? ഇവിടെ കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. ഷോറൂമിന്റെ അകത്ത് നമുക്ക് അകത്തും പുറത്തുമായിട്ട് ഏകദേശം 10 എത്ര വണ്ടി ഉണ്ടാവും? ഏകദേശം 350-400 വണ്ടികളുണ്ട്. പ്രീമിയം കാറ്റഗറി വണ്ടികളും ഡ്യൂക്ക്, ഇന്റർസെപ്റ്റർ ഒക്കെ അകത്തുണ്ട്. BMW കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ CT 200 ഇരിക്കണ്ടല്ലേ? 110X ഏതൊക്കെ മോഡല്? CT 2023 വണ്ടിയാ. 7500 കിലോമീറ്റർ കേട്ടോ. 23 വണ്ടിയൊക്കെ നമുക്കൊരു 55 രൂപ റേഞ്ചിൽ കൊടുക്കാം. 22 വണ്ടി നമുക്കൊരു 39,000 രൂപയ്ക്ക് കൊടുക്കാം. 39,000. ഷൈൻ XP ഒക്കെ 2022 സിംഗിൾ ഓണർ നല്ല വണ്ടിയൊക്കെ നമുക്കൊരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. 62,000. ഗ്ലാമർ എക്സ്ട്രാ 2023 എക്സ്ട്രാ ഒക്കെ നമുക്കൊരു 69,000 രൂപയ്ക്ക് കൊടുക്കാം. 69,000. ജിക്സർ ഒക്കെ നമുക്കൊരു 31,000 രൂപയ്ക്ക് കൊടുക്കാം. 31,000 ജിക്സർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഏകദേശം 10 ഒരു 10 രൂപ 12 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 16 മുതൽ ഫിനാൻസ് കിട്ടും. 2017 മുതൽ ഫിനാൻസ് കിട്ടും. 26 ആയല്ലോ. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ അകത്ത് എങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ? ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ ഇതൊരു പ്ലഷർ ഏതാ മോഡൽ? ഇത് 2015 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, കിലോമീറ്റർ ക്ലീൻ വണ്ടിയാ. നമുക്കൊരു 27,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 27,000 രൂപ കൊടുക്കാം. നമുക്ക് ഈ ഒരു മൂല്യം തുടങ്ങായിരുന്നു, അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതാവും. പിന്നെ ഇത് മൈലേജ് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഏതാ? പ്ലാറ്റിനം CT 110 ഒക്കെ നമുക്ക് 2022, 23, 24 തൊട്ട് 25 വരെയുള്ള വണ്ടിയുള്ളത്. 22 വണ്ടിയൊക്കെ CTക്ക് നമുക്കൊരു 39,000 രൂപയും പ്ലാറ്റിനം ആകുമ്പോൾ ഒരു 45-46 രൂപയൊക്കെ വരുന്നുള്ളൂ. അതുപോലെ 24 വണ്ടിക്കൊക്കെ CT ഒക്കെ ഒരു 57,000 രൂപ, 60,000 രൂപ ആ റേഞ്ചിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻടോർക്കുകളുടെ ഇഷ്ടം പോലെ ഷോറൂമിലെങ്ങാട്ട് കൂടുതൽ വണ്ടികൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എൻടോർക്ക് 2021 വണ്ടി ഒരു 65,000 രൂപ, 2023 വണ്ടിയൊക്കെ ഒരു 72,000 രൂപ, 2024 വണ്ടിയൊക്കെ ഒരു 80,000, 82,000 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. 25 വണ്ടിയൊക്കെ ഉണ്ട്.
94 രൂപ, ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വണ്ടി 94,000 രൂപ. ഇതൊക്കെ ഏകദേശം ഒരു 20 രൂപ. എല്ലാവരും 1000-2000 ഒക്കെ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഡൗൺ പേയ്മെന്റ് എത്ര വരും? 20,000 ഡൗൺ പേയ്മെന്റ് ഒരു 15 രൂപ ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് ഇറക്കാം. ബാക്ക് റോ പറയുകയാണെങ്കിൽ അത് 2024 വണ്ടിയൊക്കെ നമുക്ക് ഒരു 78,000-79,000 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിന്ന് വരുമ്പോ ഇങ്ങോട്ട് 2020 ഇതിപ്പോ അഡ്വാൻസ് ആയി 87,000 രൂപയ്ക്ക് 2025 മോഡൽ ആയിരുന്നു. പിന്നെ 2,000 കൂടി ഒരു പുത്തൻ ആക്റ്റീവ 125 ഫുൾ ഓപ്ഷൻ വണ്ടി 2,000 കിലോമീറ്റർ വണ്ടി ഉണ്ടോ? ഫുൾ ഓപ്ഷൻ വണ്ടി 82,000 രൂപയ്ക്ക് കൊടുക്കാം. 82,000 കൊടുക്കാം. ജൂപ്പിറ്റർ 125 പുത്തൻ വണ്ടി അത് നമുക്കൊരു 84,000 രൂപയ്ക്ക് കൊടുക്കാം. 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 7,000 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുള്ളൂ. സുസുക്കിയുടെ അവനീസ് ഉണ്ട്, അത് നമുക്കൊരു 77,000 രൂപയ്ക്ക് കൊടുക്കാം. 77,000 കൊടുക്കാം. പിന്നെ മാസ്ട്രോ ഒക്കെ 2019 വണ്ടിയൊക്കെ നമുക്കൊരു 34,000 രൂപയ്ക്കൊക്കെ കൊടുക്കാം. 4,000 രൂപ മാസ്ട്രോ ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങൾ? ഇങ്ങോട്ട് വരുമ്പോൾ ഫസിനോ ഒരു 34,000 രൂപയ്ക്ക് 2017 കൊടുക്കാം. 4,000. ഡിയോ 2 2025 മോഡലാട്ടോ. 2 വണ്ടിയും 2025 മോഡല്. ഇത് 9,000 കിലോമീറ്റർ, ഇത് 4,000 കിലോമീറ്റർ. 2 വണ്ടിയും 84,000 രൂപയ്ക്ക് 25 മോഡൽസ് കൊടുക്കുന്നത്. 84 എന്ന് പറയുമ്പോൾ അത് നിസ്സാര ഡൗൺ പേയ്മെന്റിൽ ഒരു 15-20 ഡൗൺ പേയ്മെന്റ് ഇറങ്ങി നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടികളാണ്. പുതിയതാണോ ഇത്? ഹീറോയുടെ എക്സ്ട്രീം പുതിയ 3 വണ്ടിയുണ്ട്. 3 എക്സ്ട്രീം ഇരിക്കുന്നു. 3 എക്സ്ട്രീം ഉണ്ട്. നമുക്കൊരു 83,000 രൂപ വെച്ച് ഫൈനൽ നമുക്ക് കൊടുക്കാൻ 83,000 ഒക്കെ എക്സ്ട്രീം 12,000-13,000 ഒക്കെ ഡൗൺ ഉണ്ടെങ്കിൽ ഈ ഫ്രഷ് വണ്ടികളൊക്കെ. പിന്നെ കുറച്ച് ഡിയോസ് ഇരിക്കുന്നുണ്ടല്ലോ, കുറഞ്ഞ വണ്ടികൾ നമുക്കൊരു 2018 വണ്ടി 42,000 രൂപ വരുന്നുള്ളൂ. പിന്നെ ഗ്രേ ഒക്കെ ഏതാ മോഡൽസ് വരാം? 2024-23 ഒക്കെ ആയിരിക്കുന്നത്. 2022, 23, 24 ഒക്കെ ആയിരിക്കുന്നത്. 22 വണ്ടിയൊക്കെ ഒരു 63 രൂപ, 23 വണ്ടിയൊക്കെ ഒരു 67 രൂപ, 24 വണ്ടിയൊക്കെ ഒരു 69-70 ആ റേഞ്ച് ഒക്കെ ആയിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇങ്ങോട്ട് പൾസർ 125 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും കൂടിയ പൾസർ കേട്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ. 3 മോഡൽസ് ഉണ്ടല്ലേ? ഇതൊക്കെ നമുക്ക് ഒരു 76,000 കൊടുക്കാം. ഡിസ്പ്ലേ വരുന്നത്, ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്ന NSന്റെ ഡിസ്പ്ലേ വരുന്ന പൾസർ 125. ഇതൊക്കെ പുത്തൻ വണ്ടിയാണ്, 25 മോഡൽസ് ഒക്കെയാണ്. കിലോമീറ്റർ ഏകദേശം 20,000 ഇതൊക്കെ 400 കിലോമീറ്റർ ഓടിയേക്കുന്ന 400 കിലോമീറ്റർ ഓടിയേക്കുന്ന പുത്തൻ വണ്ടി. ഒരു 400 കിലോമീറ്റർ പുത്തൻ വണ്ടിയാണ്. എന്ത് വരും വില? ഇതൊക്കെ നമുക്കൊരു 86,000 രൂപയ്ക്ക് കൊടുക്കാം. 86,000 രൂപ കൊടുക്കാം. അതും ഏകദേശം ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യതയുള്ളൂ. അതെ അതെ. പിന്നെ 2 RS ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ 2025 റൈഡർ ഉണ്ട്. റൈഡർ വണ്ടി നമുക്ക് 85 രൂപയ്ക്ക് കൊടുക്കാം. 2025 മോഡൽ 85. അതെ അതെ. ജിക്സർ SF ഒക്കെ പുത്തൻ വണ്ടികളായിരിക്കുന്നത്. 2025 മോഡലൊക്കെ നമുക്ക് ഒരു 1.15 കൊടുക്കാൻ പറ്റും. 1.15 എന്ന് പറയുമ്പോൾ ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ്, 15 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ സാധിക്കും. പിന്നെ കുറച്ച് മൈലേജ് വണ്ടി പ്ലാറ്റിന കൂടെ ഇരിക്കുന്നുണ്ടല്ലേ? പ്ലാറ്റിന സിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബഡ്ജറ്റ് ആണ് വരുന്നത്. എല്ലാ വണ്ടിയും ഒരു 45 രൂപ, 46 രൂപ, 47 രൂപ. പിന്നെ ബാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് മൈലേജ് വണ്ടികൾ മാത്രം നോക്കുന്നവർക്കാണെങ്കിൽ ഇതേണ്ട TVSന്റെ സ്പോട്ട് ഉണ്ട്. സ്പോട്ട് 23 വണ്ടിയൊക്കെ ഒരു 49,000 രൂപ, 24 വണ്ടിയൊക്കെ ഒരു 54 രൂപ, ആ റേഞ്ചൊക്കെ മാത്രമേ വരുന്നുള്ളൂ. RTRകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. 24 മോഡലൊക്കെ ഒരു 99 രൂപയൊക്കെ വെച്ച് കൊടുക്കാം. 99 രൂപ, 1,00,000 താഴെ 1,00,000 താഴെ 24 മോഡൽ കൊടുക്കാം കേട്ടോ. 24 മോഡൽസ് ഉള്ളൂ. 24 മോഡൽ പൾസർ 125 ഒരു 83,000 രൂപയ്ക്ക് കൊടുക്കാം. പൾസർ 125. ഇത് ഏതാ മോഡല്? സ്പ്ലെൻഡർ പഴയതാണോ പുതിയതാണോ? സ്പ്ലെൻഡർ അതിപ്പോൾ അഡ്വാൻസ് ആയതാണ്. ഈ സ്പ്ലെൻഡർ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് 2023, 24, 25 സ്പ്ലെൻഡർ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ആ റോ ഇരിക്കുന്ന മൊത്തം സ്പ്ലെൻഡറുകളാണ്. ഏതൊക്കെ മോഡൽസ് ഉണ്ട് നമ്മുടെ 23, 24, 25 ഉള്ളത്. 23 മുതൽ 25 വരെ സ്പ്ലെൻഡർ നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലേ? റേറ്റ് എത്രയായിരുന്നു ഏകദേശം വരാന്? നമുക്ക് 2, 4, 7 സ്പ്ലെൻഡറുകളും അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. 7 സ്പ്ലെൻഡർ നമുക്ക് ഇരിക്കുന്നുണ്ടല്ലേ? 1, 2, 3, 4, 5, 6. ഏതൊക്കെ മോഡൽസ്? വാഷിംഗ് ഉണ്ടല്ലേ? 7 സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ട്. നമുക്ക് 23 മോഡലൊക്കെ ഒരു 64 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. ഡൗൺ പേയ്മെന്റ് ഒരു 15 രൂപ. ഇതിനകത്തുള്ള മിക്ക വണ്ടികൾക്ക് മാക്സിമം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് സ്വന്തമാക്കാൻ സാധിക്കും. ഡൗൺ പേയ്മെന്റ് ഇറക്കാം. പിന്നെ TVSന്റെ റൈഡർ 67 രൂപ, 23 മോഡലിന് 67,000. യെല്ലോ കളർ. ഓക്കെ. അപ്പോൾ ഇവിടെ എയറോക്സും വണ്ടികൾ ഇരിക്കുന്നുണ്ട്. എയറോക്സ് ഒക്കെ നമുക്ക് ഒരു 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 1,05,000 എയറോക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടികൾ ഇഷ്ടംപോലെ മോഡൽസ് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓടിച്ചിട്ട് പറഞ്ഞത്. നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴായാലും നമ്മളെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരാം. ഒരു ദിവസം ഇതുപോലെ 6-7 വണ്ടികൾ വെച്ച് മിനിമം പോകുന്നുണ്ട്. നമുക്ക് അത്രയ്ക്ക് വണ്ടികളെല്ലാം തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മുടെ പേജിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വിസിറ്റ് ചെയ്ത് നോക്കിയോ. അതിനകത്ത് പോകുന്ന വണ്ടികളെല്ലാം നമ്മൾ സോൾഡ് ഔട്ട് ചെയ്യും. അപ്പോൾ ഒരു സെറ്റപ്പ് സാധനം വന്നിട്ടുണ്ടല്ലേ?
എന്താ പ്രത്യേകത? 2022 എൻടോർക്ക് വെറും 59,000 രൂപ കേട്ടോ. 59,000 രൂപ. ഓക്കെ. അപ്പൊ ഇതിന് ഫിനാൻസ് കിട്ടുന്നല്ലേ? ഫിനാൻസ് കിട്ടും. 10 രൂപ ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ആ വണ്ടി കിട്ടുന്നതാണ്. പിന്നെ അതേ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും തിരക്കായോണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന കസ്റ്റമേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൾ വരുമ്പോൾ നമുക്ക് കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അതെ എടുക്കാൻ വേണ്ടി. അതെ, വീണ്ടും ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒന്നാണോ? അതെ, ഇപ്പം വന്ന് കസ്റ്റമർ അഗ്രിമെന്റ് ചെയ്തോളൂ. അപ്പൊ വണ്ടി വിറ്റു ഇല്ല, നമ്മ മേടിച്ചാണ്. ഇതെന്താ വില വരാ? ഇത് നമുക്ക് ഒരു 1,19,000 രൂപയ്ക്ക് കൊടുക്കാം. 1,19. ഫിനാൻസ് വണ്ടിക്ക് ഫിനാൻസ് ചെയ്യാം. ഒരു 25 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാലൻസ് ചെയ്യാം. വേറെ സ്ക്രാം ഇരിക്കുന്നുണ്ട്. പുത്തൻ വണ്ടി കേട്ടോ. 2024 ആകെ 9,000 കിലോമീറ്റർ വണ്ടി. ഫ്രഷ് കണ്ടീഷൻ വണ്ടി. ഇപ്പം വന്നിട്ടേ ഉള്ളേ. ഈ വണ്ടി വന്ന വണ്ടികളാണ്. ഇപ്പൊ വന്ന വണ്ടികളാണ് നമ്മൾ ഇവിടെ. ഇത് നമുക്ക് 1,99,000 രൂപ. 1,99,000 കണ്ടീഷൻ വണ്ടി. ഓക്കെ. ഇതിന് പുതിയ കിലോമീറ്റർ. ഇതൊക്കെ 2.5 ലക്ഷം രൂപയ്ക്ക് മേലുണ്ടായിരുന്നു. ഏകദേശം 50,000 കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ? ഓലകളുടെ കളക്ഷൻസ് ഇരിക്കുന്നല്ലോ. ഓലയൊക്കെ നമുക്കൊരു 59,000 രൂപയ്ക്ക് ടോപ്പ് എൻഡ് ആണോ കൊടുക്കാൻ പറ്റും. S1 Pro ആണ്. ഇതൊക്കെ നമുക്കൊരു 65 രൂപയ്ക്ക് കൊടുക്കാം. S1 Pro ടോപ്പ് എൻഡ് 2032 വരെ വാറന്റി ഉള്ള വണ്ടിയുണ്ട്. അതെന്താ വില വരാം? അത് നമുക്കൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്തത് ഫാസിനോ ഇരിക്കുന്നുണ്ട്. ഫാസിനോ നമുക്ക് 2024 വണ്ടി. എസ് മോഡൽ, ഏറ്റവും കൂടിയ മോഡൽ. ഇതൊക്കെ നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപ. ഇതേതോണ്ടി? ഇതൊക്കെ 2023 ഡെസ്റ്റിനി ഒരു 52,000 രൂപയ്ക്ക്. 52,000 രൂപ. ആക്സസ് 21 മോഡൽ 69 രൂപയ്ക്ക് കൊടുക്കാം. റോണിന് ഇരിക്കുന്നുണ്ട്. റോണി നല്ല കലക്കം വണ്ടി. എന്ത് വില കൊടുക്കും? നമുക്ക് 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ വണ്ടി. 1,20,000 കൊടുക്കാം. 42,000 രൂപയ്ക്ക് കൊടുക്കാം. 39,000 കിലോമീറ്റർ വണ്ടി. ഈ MT ഒക്കെ നമുക്ക് 1,60,000 കൊടുക്കാം. 1,60,000 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ്. 12,000 കിലോമീറ്റർ ഒക്കെ ഓടിയ ഒരുപാട് ബ്ലാക്ക് MT ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ അത് പോകുന്നുള്ളൂ. കാര്യങ്ങൾക്കൊക്കെ പൊക്കോണ്ട് പുതിയ വണ്ടി ഇപ്പം വന്നേക്കുന്ന വണ്ടിയാ. ഇപ്പം വന്ന് 25 മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ, ക്രൂയിസ് കൺട്രോൾ വരെ ഉള്ള വണ്ടി. അല്ലാണ്ട് ഒന്നും അറിയണ്ട. എന്ത് വില കൊടുക്കും? നമുക്ക് ഒരു 3,19,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 4,15 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് ഉണ്ട്. 3,19 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു മോഡൽ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കി കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രീമിയം വണ്ടികളുടെ നമ്മുടെ പ്രീമിയം വണ്ടികളുടെ സെഗ്മെന്റാണ് ഇതിനകത്ത്. ഇവിടെ ഒരു വണ്ടി ഇരിക്കണ്ടായല്ലോ, അതെന്തേ? ഡുക്കാട്ടി നമ്മൾ താഴത്തേക്ക് ഇറക്കി താഴത്തോട്ട് ഇറക്കി. ഇതേതാ സാധനം? GS 850 ഒന്നല്ല 2 850 നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. രണ്ടും 25 മോഡൽസ് ആണ്. നമ്മുടെ റേറ്റ് വരുന്നത് രണ്ട് വണ്ടിക്കും 12 ലക്ഷം രൂപ വെച്ച്. വെറും 12 ലക്ഷം രൂപയാണ്. 1970 ആണ് ഓൺ റോഡ് ബില്ലിംഗ് വരുന്നത്. റാലിയും ഉണ്ട്, അഡ്വഞ്ചറും ഉണ്ട്. മേജർ സർവീസ് കഴിഞ്ഞതായിരിക്കും നമ്മളെല്ലാം സർവീസ് കഴിഞ്ഞതാ. നിലവിൽ ഈ വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ കസ്റ്റമർ തന്നേക്കുന്നത്. ഒന്നും ചെയ്യാനില്ല. ഈ വണ്ടിക്ക് സർവീസ് ഇപ്പൊ പെൻഡിങ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എത്രയാണോ ബില്ല് വരുന്നത് ആ ബില്ല് നമ്മൾ പേ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഈ വണ്ടി സർവീസ് ചെയ്ത പൈസ നമ്മൾ തിരിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതെ. ഇങ്ങോട്ട് വരുമ്പോൾ പുതിയ TVSന്റെ വണ്ടി ഇരിക്കുന്നുണ്ട്. TVSന്റെ നമ്മുടെ 3 ടൺസ് 2 ഇരിക്കുന്നുണ്ട്. 3 ടൺ ഇത് വരുമ്പോൾ നമുക്കൊരു 1,82,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 1,82,000. ഇതാവുമ്പോഴോ? അതാകുമ്പോൾ 2,50,000 രൂപയ്ക്ക് കൊടുക്കാം. പുത്തൻ വണ്ടി 2,000 കിലോമീറ്റർ. ഇനി സോണ്ടസിന്റെ അഡ്വഞ്ചർ ഏകദേശം 4 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടിയാണ്. അധികം കാണാത്ത വണ്ടി. ഇതൊക്കെ എടുക്കുമ്പം നിങ്ങൾ മാക്സിമം മനസ്സിലാക്കുക, ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഷോറൂം ആകെ ഒരെണ്ണം മാത്രമേ എറണാകുളത്തുള്ളൂ. നമ്മൾ പ്രോത്സാഹിപ്പിക്കത്തില്ല ഇത് എടുക്കാൻ. ഇതൊരു വെറൈറ്റി വണ്ടി വേണമെന്നുള്ളവർക്ക് മാത്രം എടുക്കുക. ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഒരൊറ്റ ഷോറൂമേ കേരളത്തിലുള്ളൂ. എടുത്തിട്ട് ബാക്കിയുള്ള ഒരു ബുദ്ധിമുട്ടായിരുത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 2.5 ലക്ഷം നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 2 ലക്ഷമാണ്. നിസ്സാര കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി കേട്ടോ. BM 1 എല്ലാം തീർന്നു. ഇനി ഈ BM കൊടുത്തു. ഒരൊറ്റ BMന്റെ GS മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. ഇതും അഡ്വാൻസ് ആയ വണ്ടിയാണ്. വൈറ്റ് നമുക്ക് കൊടുക്കാനുള്ളല്ലേ? ഈ ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. 1000 കിലോമീറ്റർ ഓടിയ ഫ്രഷ് വണ്ടി നമുക്കൊരു 3,30,000 രൂപയ്ക്ക് 3,30,000 ആസ്കിംഗ് പ്രൈസ്. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇവരൊക്കെ വരുമ്പോൾ ഫുള്ള് ഇവിടെ BMs ആയിരുന്നു. തീർന്നു. RR ഇരിക്കുന്നുണ്ട്. പിന്നെ RR നമുക്കൊരു 1,79,000 രൂപയ്ക്ക് 21 മോഡൽ കൊടുക്കാം. RC ആണെങ്കിലോ? RC ആകുമ്പോൾ 5 വണ്ടിയുണ്ട്. 2024 വണ്ടിയൊക്കെ നമുക്കൊരു 2,25,000 രൂപയ്ക്ക് കൊടുക്കാം. 2,25,000, 2,30,000, 2,40,000 ആ റേഞ്ചാണ് വരുന്നത്. ഇതിപ്പോ ADVകളുടെ വമ്പൻ കളക്ഷൻസ് ആണ് ഇങ്ങോട്ട് വരുമ്പോ. 250 ഉണ്ട്, 390 ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഏതാ മോഡൽസ് വരാം? 250 195 2023 മോഡലായിരുന്നു. 195 അഡ്വാൻസ് ആയിട്ടോ.
അഡ്വാൻസ് ആയി. ഇത് അഡ്വാൻസ് ആയി. 390 ഒക്കെ ആകുമ്പോൾ 2022 24 ഇരിക്കുന്നത്. നമുക്ക് 24 വണ്ടിക്ക് ഒരു 299, 2022 ആകുമ്പോൾ ഒരു 280, 2020 ആകുമ്പോൾ ഒരു 220. GT അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. പുത്തൻ വണ്ടി 6000 കിലോമീറ്റർ ഓടിയ ഫ്രഷ് വണ്ടി. 6000 കിലോമീറ്റർ അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ്. ഫ്രഷ് വണ്ടി 6000 കിലോമീറ്റർ 3,69,000 രൂപ. ഏതായിരുന്നു മോഡല്? 2024. ഇന്റർസെപ്റ്റർ ആണെങ്കിലോ? ഇന്റർസെപ്റ്റർ അഡ്വാൻസ് ആയതാണ്. നമുക്ക് വേറെ ഇന്റർസെപ്റ്റർ GT ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ പേജിൽ പോലും ഇടാത്ത വണ്ടി കേട്ടോ. പേജിൽ പോലും ഇടാത്ത വണ്ടി കാണിക്കുന്നതാണ്. BMസിന്റെ അഡ്വഞ്ചർ സീരീസ് ഇന്നലെ 2 ദിവസം മുന്നേ നമുക്ക് 2-3 വണ്ടി പോയി. BM ഇപ്പൊ ഭയങ്കര മൂവിങ്. വണ്ടി സ്റ്റോപ്പ് ചെയ്തോണ്ട് GS ഇപ്പൊ കിട്ടാനില്ല. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും 10 വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ടാവുന്നതാണ്. ഇതിപ്പോ 4 ഇരിക്കുന്നുണ്ട്. ഇത് അഡ്വാൻസ് ആയി 23 മോഡലാണ്. ഇത് അഡ്വാൻസ് ആയി. ബാക്കിയുള്ള ഈ 3 വണ്ടിയുള്ളത് 3 വണ്ടിക്കും നമ്മുടെ റേറ്റ് വരുന്നത് 290 വെച്ച്. 290 ഫിനാൻസ് കയറുന്നതാണ്. ഫിനാൻസ് കയറും. ഡൗൺ പേയ്മെന്റ് 75,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ 75,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് BMs കിട്ടുന്നതാണ്. അടുത്തത് ഇങ്ങോട്ട് വരുമ്പോ എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്. ഇത് അഡ്വാൻസ് ആയി. 77,000 രൂപയ്ക്ക് കൊടുത്ത വണ്ടി കേട്ടോ. 77,000 രൂപക്കാണ് നമ്മൾ വണ്ടിയുടെ ഒരു ക്വാളിറ്റി ഒക്കെ. 77,000 രൂപയ്ക്ക് ഇപ്പൊ നമുക്ക് അഡ്വാൻസ് ആയി. V-Strom ഇരിക്കുന്നുണ്ട്. യെല്ലോ വണ്ടി ഇപ്പൊ 169 നമുക്ക് അഡ്വാൻസ് ആയി. ഓറഞ്ച് വണ്ടിയൊക്കെ 23 മോഡൽ നമുക്ക് ഒരു 173 റേഞ്ചിൽ കൊടുക്കാം. അറ്റത്തെ എക്സ്പൾസ് ഒക്കെ 2023 വണ്ടി നമുക്ക് ഒരു 125 കൊടുക്കാം. 23 മോഡൽ ഇന്റർസെപ്റ്റർ അടുത്തിരിക്കുന്നുണ്ട്. ഇപ്പം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പൊന്നും വിലയുള്ള മുതൽ ഇന്റർസെപ്റ്റർ. പൊന്നും വിലയാണ്. വാങ്ങിയാലും നമുക്ക് മറിച്ചടിക്കാം. അതെ. 2020 മോഡൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇത്രയും ക്വാളിറ്റി വണ്ടി 2020 മോഡല് 2,59,000 രൂപയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും കിട്ടും. ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ആരും തരൂല. ആരും തരാത്ത വിലയിൽ ഞങ്ങൾ ഒരു ക്വാളിറ്റി വണ്ടി കൊടുക്കുന്നുണ്ട്. ഇത്രയും ക്വാളിറ്റി ഉണ്ടാവണം കേട്ടോ. ക്വാളിറ്റി ഉള്ള വണ്ടി വേണം. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ. അത്യാവശ്യം ആക്സസറീസ് ആയിട്ട് വണ്ടി ഉണ്ടല്ലോ ബാക്കില്. എക്സ്പൾസ് ഒരുപാട് ആക്സസറീസ് കയറ്റിയേക്കുന്ന വണ്ടി. ഒന്നും ചെയ്യാനില്ല. ക്വാളിറ്റി വണ്ടി ഒന്നും ചെയ്യാനില്ല. ഒരുപാട് ആക്സസറീസ് ലോഡ് ചെയ്തേക്കുന്ന വണ്ടിയാ. നമ്മുടെ വില വരുന്നത് 125. ഏതാ മോഡല്? 2022 മോഡൽ. 2022 മോഡൽ 125 വരുന്നത്. ആക്സസറീസ് ഉള്ളതുകൊണ്ട് റേറ്റ് വരുന്നത്. അല്ലെങ്കിൽ അത്രയും വരില്ല. 23ക്കും സെയിം റേറ്റ് ആണ് നമ്മൾ റേറ്റ് സെയിം ആണ്. ഹിമാലയ ഇരിക്കുന്നുണ്ട്. ഹിമാലയ അഡ്വാൻസ് ആയി 1,80,000 രൂപയ്ക്ക് 2020 മോഡൽ അഡ്വാൻസ് ആയി. ഇതാണെങ്കിൽ ഹണ്ടർ ഇന്നലെ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളുടെ കസ്റ്റമർ വന്ന് അഡ്വാൻസ് ചെയ്തു. ഇന്നലെ വിളിച്ചത് 2023 മോഡൽ 1,40,000 രൂപയ്ക്ക് കൊടുത്തത്. 40,000 നമ്മുടെ കസ്റ്റമർ ആയതുകൊണ്ട് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ. അതുകൊണ്ട് തന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ചു തരാം. ഓക്കെ. അടുത്തത് അതുപോലെ 390s എല്ലാം നമുക്ക് ഒരു 3 ലക്ഷം രൂപ താഴെ വരുന്നുള്ളൂ. ജെൻട്രി എല്ലാം 3 ലക്ഷം രൂപ താഴെ വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടികളുണ്ടല്ലോ. അടുത്ത് വീണ്ടും ഒരു 100. ഏതാ മോഡല്? 100 2022 1,37,000 രൂപ ഫുൾ ഓപ്ഷൻ. 37. അതാണെങ്കിലോ? അതാവുമ്പോൾ 1,39,000. കുറച്ച് ഡൂക്സ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. വീണ്ടും 250 നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഈ 200 റയർ ആണല്ലോ. 200 പഴയ വണ്ടി 2018 മോഡല് PS4 വണ്ടി 1,30,000 രൂപ. 30. ഇതൊക്കെയാണെങ്കിലോ? ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വണ്ടി 1,25,000 രൂപ. 25. ഈ 250 ഇത് 2025 ഡ്യൂക്ക് 200 1,84,000 രൂപ. 25 മോഡലൊക്കെ നിങ്ങൾ കേരളത്തിൽ എവിടെ വേണേ ചെക്ക് ചെയ്തോ. ഈ 1,84,000 രൂപയ്ക്ക് ആരെങ്കിലും തരുവാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. കമന്റ് ഇട്ടോട്ടോ. അപ്പൊ സെയിം അതുപോലെ തന്നെ 2024 മോഡല് 1,72,000 രൂപ. 2020 ഡ്യൂക്ക് 250 1,51,000 രൂപ. 51. വീണ്ടും ഡ്യൂക്ക് 250 ഡ്യൂക്ക് 390 2022 മോഡല് നിസാര കിലോമീറ്റർ 21,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 2,69,000 രൂപ. ഒരു 40 രൂപ 50 രൂപയൊക്കെ മതിയാവും ഡൗൺ പേയ്മെന്റ്. 200 ഇരിക്കുന്നുണ്ട്. ഡ്യൂക്ക് 250 2024 മോഡലൊക്കെ 2 ലക്ഷം രൂപ താഴെ നമ്മൾ കൊടുക്കുന്നത്. കളർഫുൾ വണ്ടി 2 ലക്ഷം രൂപ താഴെ കൊടുക്കാം കേട്ടോ. ലേറ്റസ്റ്റ് എഡിഷൻ ഡ്യൂക്ക് 250 ഒക്കെ. RS 200 ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാം. നമുക്കൊരു 77,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 77,000 രൂപയാണ്. 77,000 രൂപയ്ക്ക് കൊടുക്കാം. ഹൈ ക്വാളിറ്റി വണ്ടിക്ക് വരുന്നത്. ഡോമിനോർ 250 ഇരിക്കുന്നുണ്ടല്ലോ. ഡോമിനാർ 250 നമുക്ക് 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 30 കൊടുക്കാം. ഹോണ്ടയുടെ ഹൈനസ് ഒരുപാട് ആക്സറീസ് ഒക്കെ കയറ്റി ഫുൾ ബോഡി PPF ഒക്കെ ചെയ്ത ടോപ്പ് ക്വാളിറ്റി വണ്ടി 1,83,000 രൂപ. 1,83,000 രൂപയാണ് വരുന്നത്. ജാവ വൈറ്റ് കളർ ലിമിറ്റഡ് എഡിഷൻ വണ്ടി കേട്ടോ. നിസാര വണ്ടിയെ വൈറ്റ് കളർ വന്നിട്ടുള്ളൂ. ബുക്ക് ചെയ്ത് കിട്ടിയേക്കുന്ന കളറാ. എന്ത് വില വരും? 1,20,000 രൂപ. 1,20,000.
ഹണ്ടറുകളാ, സോറി ഹണ്ടറല്ല, മീറ്റിയോർ 350 നമുക്കൊരു 1.55 ആ റേഞ്ചിലൊക്കെ 2022 കൊടുക്കാം. അതുപോലെ ക്ലാസിക് വണ്ടി 2022 1,55,000 രൂപയ്ക്ക് കൊടുക്കാം. റെഡ് ആണെങ്കിലാ, റെഡ് വണ്ടിയാണ് 1,55,000. ഇത് ക്രോം വണ്ടിയാണ്, ഇതാണ് ഏറ്റവും കൂടിയ ക്ലാസിക്. ഇതാണ് ഈ അടുത്ത് 2 ദിവസം മുമ്പ് പേജ് 2023 25,000 രൂപ. 23 അല്ലല്ല 24 ഡിസംബർ മോഡലാണ്. ഓണർഷിപ്പ്, നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 225. ഇതാണ് ഏറ്റവും കൂടിയ ക്ലാസിക്. ഏറ്റവും കൂടിയ ക്ലാസ് 225 ആണ് വരുന്നത്. ജിക്സർ SF അവിടെ ഇത് 25 മോഡൽ 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. ബാക്കിൽ ഏതൊക്കെ ഇരിക്കുന്നത് വണ്ടികൾ? ജാവയാണോ മൊത്തം ഇരിക്കുന്നത്? ഏതൊക്കെ മോഡൽസ് ഉണ്ടാവും? എല്ലാം 22, 23 വണ്ടികളാണ്. SD ഒക്കെ നമുക്ക് 22 മോഡൽസ് എല്ലാം ഒരു 120, 125 അതിനുള്ളിൽ കൊടുക്കാൻ സാധിക്കുന്ന വണ്ടിയാണ്. ഒരു അപ്പാച്ചി ഇരിക്കുന്നുണ്ട്. RTR 2023 വണ്ടി ഒരു 92,000 രൂപയ്ക്ക് കൊടുക്കാം. 92,000 രൂപയാണ് വണ്ടിക്ക് വരുന്നത്. MT കളക്ഷൻ മൊത്തം നമുക്കൊരു ബ്ലാക്ക് വണ്ടി മാത്രം 23 മോഡൽ 1.5 ലക്ഷം, 24 മോഡൽ 1,60,000 വരുന്നത്. നിങ്ങൾ കളർ ചേഞ്ച് ചെയ്യുവാന്നുണ്ടെങ്കിൽ ഏത് കളറിലോട്ട് മാറിയാലും 24 മോഡൽ 1,50,000 രൂപ തൊട്ട് 1,52,000 രൂപയ്ക്ക് മാക്സിമം വരത്തുള്ളൂ. ഇനി 23 വേറെ കളർ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1,40,000 രൂപയ്ക്ക് വേറെ കളറിന് വരത്തുള്ളൂ. ബ്ലാക്ക് വണ്ടിക്ക് മാത്രമാണ് മാർക്കറ്റ് റേറ്റ് കുറച്ച് കൂടി നിൽക്കുന്നത്. ബ്ലാക്ക് അല്ലാത്തതിന് കുറവാണ്. മോജോ ഇരിക്കുന്നുണ്ടല്ലോ ഒരെണ്ണം. മോജോ നമുക്ക് ഏറ്റവും നിർത്തുമ്പോൾ ഉള്ള മോഡൽ 21 മോഡൽ നമുക്ക് 1,40,000 രൂപയ്ക്ക് കൊടുക്കാം. 45 ചോദിക്കുന്നത്. BMW 2,05,000 രൂപയ്ക്ക് കൊടുക്കാം. 9,000 കിലോമീറ്റർ മാത്രമേ 2,05,000 രൂപയാണ്. പിന്നെ ഒരു യൂണിക്കോൺ ഇരിക്കുന്നുണ്ട്. യൂണിക്കോൺ 1,25,000 രൂപ. 25 മോഡൽ മീറ്റർ എല്ലാവരും ഒന്ന് കണ്ടോ, ഡിസ്പ്ലേ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വണ്ടിയാണ്. കിലോമീറ്റർ 13,000 കിലോമീറ്റർ വണ്ടിയാണ്. LED ലൈറ്റ് ഒക്കെ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ 1,25,000 വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്, 2025 മോഡലാണ്. അതെ അതെ. അടുത്ത V3കളും V4കളും അല്ലേ? V3 V4കളാണ് ഇനി ഇരിക്കുന്ന കംപ്ലീറ്റ് വണ്ടി. ഇതെല്ലാം കൂടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. V4 ആണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. V3 നമുക്ക് സ്റ്റോക്ക് ഉള്ളത് 2018 തൊട്ട് 2025 വരെ V3 ഉണ്ട്. 2018 വണ്ടിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 88 രൂപയാണ്. 19 വണ്ടിക്ക് 95 രൂപ, 20 വണ്ടിക്ക് 99 രൂപ, 21 വണ്ടിക്ക് ഒരു 1,10,000 രൂപ വരും. 22 വണ്ടിയാകുമ്പോൾ 1,15,000 രൂപ, 23 വണ്ടിയാകുമ്പോൾ 1,25,000 രൂപ. V3കളുടെ വിലയാണ് പറയുന്നത്. 24 വണ്ടിയാകുമ്പോൾ 1,30,000 രൂപ. ഇനി 25 V3 മതി എന്നുള്ളവർക്ക് സീറ്റ് വരുന്ന വണ്ടിയാണ് കേട്ടോ ഇതെല്ലാം V3കൾ. ഈ 25 വണ്ടിക്ക് 1,40,000 രൂപ. ഇനി V4ലോട്ട് പോകുമ്പോൾ 2022 മോഡല് 1,10,000 തൊട്ട് 2024 വരെയുള്ള മോഡലാണ് ഉള്ളത്. 2023 മോഡലൊക്കെ നമുക്കൊരു 1,30,000 രൂപ റേഞ്ച് വരും. 2024 വണ്ടിയാകുമ്പോൾ 1,49,000 രൂപ, 1,50,000 രൂപ ആ ബഡ്ജറ്റാണ് വരുന്നത്. അപ്പോൾ V4 V3 നമ്മുടെ ഏത് മോഡൽ വേണം, ഏത് മോഡൽ വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും എല്ലാ കളറും അവൈലബിൾ ആട്ടോ. ഇങ്ങനെ വെച്ചേക്കുവാണ്. ഇത് മാത്രമല്ല നമുക്ക് വാഷിംഗിൽ ഒരുപാട് ഇവിടെ അവിടെയും ഫുള്ളാണ്. നമ്മുടെ പുതിയ ഷോറൂമിൽ എത്ര വണ്ടിയുണ്ട്? പുതിയ ഷോറൂമിൽ ഏകദേശം 200 മുകളിൽ വണ്ടിയുണ്ട്. അപ്പൊ ഏകദേശം മൊത്തം ഏകദേശം ഒരു 500-600 വണ്ടികൾ കളക്ഷൻസ് നമ്മുടെ 600-700 റേഞ്ചോളം വണ്ടികൾ നമുക്ക് 2 ഷോറൂമിൽ 2 പേജ് ഉണ്ട് കേട്ടോ അല്ലേ? സോറി, അവിടെ 300ഓളം വണ്ടികളുണ്ട്. അവിടെ നമുക്ക് 2-3 4 ഉണ്ടല്ലോ മൊത്തത്തിൽ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഏകദേശം 10-700ഓളം വണ്ടികളുണ്ട്. അപ്പൊ ഇത് ലെക്സ് മോട്ടോറാടാണ്, മറ്റേത് 02 കലൂരിലെ ഔട്ട്ലെറ്റ്, മറ്റേത് 02 അത് ആലുവ. അപ്പൊ അവിടുത്തെ കളക്ഷൻസ് 02 ഉണ്ടാവും, ഇവിടുത്തെ മെയിൻ പേജിലും ഉണ്ടാവും അല്ലേ? അതെ അതെ. നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കാം. നമ്മുടെ പേജ് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വണ്ടി നമുക്കാണ് ഏറ്റവും കൂടുതൽ വിറ്റൊഴിയുന്നത്. 15 ഡേയ്സ് ചെക്കിംഗ് വാറണ്ടി വരുന്നുണ്ട്. ഇനി എല്ലാ കാര്യവും ഞാൻ തരുന്ന വണ്ടികളെല്ലാം പെർഫെക്റ്റ് വണ്ടികളാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് 15 ഡേയ്സ് ചെക്കിംഗ് വാറണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി എടുത്തതിന് ശേഷം 1-2 ദിവസം കഴിയുമ്പോൾ ചെറിയ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അറിയിച്ചാൽ നമ്മൾ ആ കംപ്ലൈന്റ് എല്ലാം പരിഹരിച്ചു തരും. ഏതായാലും വണ്ടി എടുക്കാൻ നേരത്തെ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് വന്നിട്ട് ഞങ്ങളിത്ര സൂപ്പറാണെന്ന് പറഞ്ഞാലും ഓടിച്ച് നോക്കി തൃപ്തിപ്പെട്ടിട്ട് മാത്രം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടായാലും നമ്മൾ വീഡിയോ കണ്ടിട്ടായാലും എല്ലാവരും വിളിച്ചിട്ട് ബുക്കിംഗ് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ബുക്കിംഗ് ഓപ്ഷൻ നമുക്കില്ല. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി കണ്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോണിൽ കൂടെ വിളിച്ചിട്ട് എനിക്ക് ആ വണ്ടി വേണം അത് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. നിങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊരു ബുക്കിംഗ് ഓപ്ഷൻ അഡ്വാൻസ് എമൗണ്ട് വാങ്ങാറുള്ളൂ. നിസാര ബുക്കിങ്ങിലൊക്കെ കൊടുക്കാൻ പറ്റും.
മനസ്സിലായില്ല. നിസാര ബുക്കിംഗ് എമൗണ്ട് കൊടുക്കാൻ പറ്റുന്നത് 3,000 വരുന്നത്. നിങ്ങൾ ഇത് അഡ്വാൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഏത് വണ്ടി വേണേലും നിങ്ങൾക്ക് ഓടിച്ചു നോക്കാം കേട്ടോ. ഈ ഇരിക്കുന്ന ഏത് വണ്ടി വേണേലും നിങ്ങൾക്ക് ഓടിച്ചു നോക്കാം. സൂപ്പർ ബൈക്കുകൾ ഒഴിച്ച്, സൂപ്പർ ബൈക്കുകൾ നമ്മളൊരു ഡീൽ എത്തുന്നവർക്ക് മാത്രമേ നമ്മുടെ റേറ്റുമായിട്ട് ഓക്കെ ആയിട്ട് ഡീൽ എത്തുന്നവർക്ക് മാത്രമേ ഓടിച്ചു നോക്കാൻ കൊടുക്കുള്ളൂ. അതല്ലാതെ ഈ ഇരിക്കുന്ന ഇപ്പൊ ഇത്രയും വണ്ടികൾ ഉണ്ടല്ലേ, 10-400ഓളം വണ്ടികൾ നിങ്ങൾ കണ്ടില്ലേ, ഈ കാണുന്ന ഏത് വണ്ടി വേണേലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് തരുന്നതിനോ കാര്യത്തിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും നമുക്കില്ല കേട്ടോ. ഏത് വണ്ടി വേണേലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ വരുന്നതിന് മുന്നേ നിങ്ങൾ ആ വണ്ടി ഇവിടെ കാണുന്ന വണ്ടി ഉണ്ടോ എന്ന് കൺഫേം ചെയ്ത് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് വന്നോ. കാരണം ഒരു ദിവസം ഇത്രയും വണ്ടികൾ നമുക്ക് സോൾഡ് ഔട്ട് ആവുന്നോണ്ട് കേട്ടോ. അതായത് ഇപ്പൊ വീഡിയോ എടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 4-ാം തീയതി അല്ലേ? 4-ാം തീയതിയാണ് വീഡിയോ ഇടുന്നത്. മാർച്ചാണ് വീഡിയോ ഇടുന്നത്. നാളെ ആയിരിക്കും, മാർച്ച് 5-ാം തീയതി ആയിരിക്കും. നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ ആൾക്കാരെ കമന്റ് എടുത്തിട്ട് ആ വണ്ടി ഉണ്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം നോക്ക്. അതായത് വീഡിയോ ഇട്ട ഡേറ്റും വർഷം വരെ നോക്കാം. നമ്മുടെ പഴയ 2023 വണ്ടി വീഡിയോ കണ്ടിട്ട് ഒരാൾക്കാരെ വിളിക്കാറുണ്ട്. നമ്മുടെ പഴയ സ്റ്റോക്കുള്ള വണ്ടികൾ എന്തായാലും ഈ സൂപ്പർ ബൈക്കുകളുള്ള വണ്ടികൾ മാത്രമേ നിലവിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ വേറെ ഒരു വണ്ടികളും ഓൾമോസ്റ്റ് ഇപ്പൊ വണ്ടികളെല്ലാം നമ്മൾ 2-3 മാസമേ വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 70% പുതിയ സ്റ്റോക്ക് ആണ്. പിന്നെ കുറച്ച് വണ്ടികൾ സൂപ്പർ ബൈക്കുകളൊക്കെ അതായത് ഇച്ചിരി കൂടിയ വണ്ടി ആയതുകൊണ്ട് കൂടിയ ആൾക്കാർ സൂപ്പർ ബൈക്കുകൾ എപ്പോഴും നമുക്ക് മിനിമം ഒരു 6 മാസം തൊട്ട് 1 കൊല്ലം വരെ ഇരുന്നിട്ട് മാത്രമേ പോവുള്ളൂ. അപ്പൊ അച്ചു ബ്രോ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. ഇവിടത്തേക്ക് അപ്പൊ എല്ലാവർക്കും ബൈ.